ഹായ്, ഗുഡ് മോർണിംഗ് പ്രിയ വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 5-ാമത്തെ അധ്യായമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ 2-ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഫ്രീക്വൻസിയെയും വേവ് ലെങ്തിനെയും അടിസ്ഥാനമാക്കിയുള്ള റേഡിയോ വേവ്സിൻ്റെ ക്ലാസിഫിക്കേഷനും ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രവുമായിരുന്നു. ഇന്ന് നമ്മൾ ആദ്യമായി കാണുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് റേഡിയോ വേവ്സ് ആണ്. ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നും റേഡിയോ വേവുകൾ റിസീവറിലേക്ക് എത്തിച്ചേരുന്ന സഞ്ചാരപഥം അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വിവിധ മാർഗങ്ങൾ, അതാണ് പ്രൊപ്പഗേഷൻ ഓഫ് റേഡിയോ വേവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്ത ഫ്രീക്വൻസിയുള്ള റേഡിയോ വേവുകൾക്ക് വ്യത്യസ്ത സഞ്ചാരപഥങ്ങളാണുള്ളത്. ചില റേഡിയോ വേവുകൾ എർത്ത് സർഫേസിൽ നിന്നും ട്രാവൽ ചെയ്ത് അറ്റ്മോസ്ഫിയറിൻ്റെ പല ലെയറുകളിൽ ഒന്നായ അയണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് എർത്തിൻ്റെ തന്നെ മറ്റൊരു പ്ലേസിലേക്ക് റിസീവർ സൈഡിലേക്ക് എത്തിച്ചേരുന്നു. അത്തരത്തിലുള്ള റേഡിയോ വേവ്സിന് പറയുന്ന പേരാണ് സ്കൈ വേവ്. എർത്ത് സർഫേസിൽ നിന്നും അയണോസ്ഫിയറിക് ലെയറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയുടെ മറ്റൊരു സ്ഥലത്തേക്ക് റിസീവറിലേക്ക് എത്തിച്ചേരുന്ന റേഡിയോ വേവ്സിന് പറയുന്ന പേരാണ് സ്കൈ വേവ്സ്. എന്നാൽ മറ്റു ചില ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവുകൾ എർത്ത് സർഫേസിലൂടെയോ സർഫേസിന് തൊട്ട് മുകളിലൂടെയോ സഞ്ചരിച്ച് റിസീവറിലേക്ക് എത്തിച്ചേരുന്നു. അത്തരത്തിലുള്ള വേവ്സ് അറിയപ്പെടുന്നത് ഗ്രൗണ്ട് വേവ്സ് എന്നാണ്. ഗ്രൗണ്ട് വേവ്സ് തന്നെ അവയുടെ പ്രൊപ്പഗേഷൻ പാത്തിനനുസൃതമായി സർഫേസ് വേവ് എന്നും സ്പേസ് വേവ് എന്നും ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു സർഫേസ് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററിൽ നിന്നും എർത്ത് സർഫേസിൽ കൂടെ ട്രാവൽ ചെയ്ത് ആൻറ്റിനയിലേക്ക് എത്തിച്ചേരുന്ന സിഗ്നലുകളാണ്. അപ്പോൾ എർത്ത് സർഫേസിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ആ സിഗ്നലിന് ബിൽഡിങ്ങുകൾ, പാറക്കൂട്ടങ്ങൾ, കുന്നുകളും മലകളും പോലെയുള്ള ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം ഒബ്സ്റ്റക്കിളുകളുടെ ഡയമീറ്ററിനേക്കാളും കൂടുതലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന സിഗ്നലിൻ്റെ വേവ് ലെങ്തെങ്കിൽ ആ ഒബ്സ്റ്റക്കിളുകളെ മറികടന്ന് ഈ സിഗ്നലുകൾക്ക് റിസീവർ ആൻറ്റനയിലേക്ക് എത്തിച്ചേരാനാകും. എർത്ത് സർഫേസിലൂടെ അല്ലാതെ എർത്ത് സർഫേസിന് മുകളിലൂടെ ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് നേരിട്ട് എത്തിച്ചേരുന്ന സിഗ്നലുകളെയാണ് സ്പേസ് വേവ് റേഡിയോ ഫ്രീക്വൻസി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയോ ട്രാൻസ്മിഷന് വേണ്ടിയാണ്. ആദ്യ കാലങ്ങളിൽ TV ട്രാൻസ്മിഷന് വേണ്ടിയും ഉപയോഗിച്ചിരുന്നു. ദൂരദർശൻ്റെയൊക്കെ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്കുള്ള ട്രാൻസ്മിഷൻ മെത്തേഡ് ഗ്രൗണ്ട് വേവ് വഴിയായിരുന്നു. എന്നാൽ ഇപ്പോൾ TV ട്രാൻസ്മിഷൻ DTH ഉപയോഗിച്ചോ അല്ലെങ്കിൽ കേബിൾ സിസ്റ്റത്തിലൂടെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇതാണ് ഒരു സർഫേസ് വേവിൻ്റെ ട്രാൻസ്മിഷൻ പാത്ത്. ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവർ ആൻറ്റനയിലേക്ക് എർത്ത് സർഫേസിലൂടെ സഞ്ചരിച്ചാണ് വേവ് എത്തിച്ചേരുന്നത്. സാധാരണയായി സർഫേസ് വേവിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ്. ലോ ഫ്രീക്വൻസി കാറ്റഗറിയിൽ വരുന്ന ഫ്രീക്വൻസിയുള്ള സിഗ്നലുകളാണ് നമ്മൾ സർഫേസ് വേവായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്പേസ് വേവ് ട്രാൻസ്മിഷൻ ട്രാൻസ്മിറ്റർ ആൻറ്റനയിൽ നിന്നും റിസീവർ ആൻറ്റനയിലേക്ക് രണ്ട് രീതിയിൽ സംഭവിക്കാം. ആൻറ്റനയിൽ നിന്ന് ഡയറക്റ്റായിട്ട് റിസീവർ ആൻറ്റനയിലേക്ക് എത്തിച്ചേരുന്നു. അതല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ ആൻറ്റനയിൽ നിന്നും സിഗ്നൽ എർത്ത് സർഫേസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് റിസീവർ ആൻറ്റനയിലേക്ക് എത്തിച്ചേരുന്നു. ഇത്തരത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സിഗ്നലുകൾക്കാണ് സ്പേസ് വേവ് എന്ന് അറിയപ്പെടുക. സ്പേസ് വേവ് ട്രാൻസ്മിഷന് അഡ്വാൻറ്റേജുമുണ്ട്, ഡിസഡ്വാൻറ്റേജുമുണ്ട്. അപ്പോൾ സ്പേസ് വേവ് ട്രാൻസ്മിഷനിൽ രണ്ട് വ്യത്യസ്ത പാത്തുകളിലൂടെ സഞ്ചരിച്ചാണ് സിഗ്നൽ റിസീവിംഗ് ആൻറ്റനയിൽ എത്തിച്ചേരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഡയറക്റ്റ് പാത്തിലൂടെയും ഗ്രൗണ്ടിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് വ്യത്യസ്ത പാത്തിലൂടെ വരുന്ന സിഗ്നലുകൾ തമ്മിൽ സെയിം ഫേസിലായിരിക്കാനോ ഔട്ട് ഓഫ് ഫേസിലായിരിക്കാനോ സാധ്യതയുണ്ട്. രണ്ട് സിഗ്നലുകളും ഒരേ ഇൻഫർമേഷൻ തന്നെ രണ്ട് രീതിയിൽ റിസീവറിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ഇൻ ഫേസിലാണെങ്കിൽ, ഒരേ ഫേസിലാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്
ഒരു സ്ട്രോങ്ങർ സിഗ്നലിനെ അത് നൽകും. സെയിം ഫേസിലുള്ള സിഗ്നലുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രോങ്ങർ സിഗ്നലാണ് റിസീവർ ആൻറ്റിനയിൽ ലഭ്യമാവുക. എന്നാൽ വ്യത്യസ്ത പാത്തുകളിൽ സഞ്ചരിക്കുമ്പോൾ ഈ സിഗ്നലുകൾ ഔട്ട് ഓഫ് ഫേസിലാകാനാണ് സാധ്യത വളരെ കൂടുതൽ. ഔട്ട് ഓഫ് ഫേസിലുള്ള സിഗ്നലുകൾ റിസീവറിൽ ലഭിച്ച് അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവ തമ്മിൽ പരസ്പരം സബ്ട്രാക്ട് ചെയ്ത് ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ സിഗ്നൽ ലെവലിന് കുറവുണ്ടാകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫേഡിങ്. ഒരു ഫേഡഡ് സിഗ്നൽ അല്ലെങ്കിൽ വീക്ക് സിഗ്നൽ റിസീവ് ചെയ്യപ്പെടാനുള്ള സാധ്യത സ്പേസ് വേവ് പ്രൊപ്പഗേഷനിൽ വളരെ കൂടുതലാണ്. രണ്ടാമത്തെ പ്രൊപ്പഗേഷൻ കാറ്റഗറി ആയിരുന്നു സ്കൈ വേവ്. സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ സിഗ്നലുകളെ നമ്മൾ എർത്ത് സർഫേസിൽ നിന്നും അഥവാ ട്രാൻസ്മിറ്ററിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അത് അറ്റ്മോസ്ഫിയറിൻ്റെ വിവിധ ലെയറുകളിലൊന്നായ അയണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് എർത്തിൻ്റെ തന്നെ മറ്റൊരു ഏരിയയിലേക്ക്, എർത്തിലെ തന്നെ മറ്റൊരു പ്ലേസിലുള്ള റിസീവർ ആൻറ്റിനയിലേക്ക് എത്തിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന സിഗ്നലുകളെയാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. അപ്പോൾ അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി റേഞ്ച് ഹൈ ഫ്രീക്വൻസി റേഞ്ചാണ്. 3 to 30 MHz റേഞ്ചിലുള്ള സിഗ്നലുകളാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനും സ്പേസ് വേവ് പ്രൊപ്പഗേഷനുമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി റേഞ്ചിലും കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള സിഗ്നലുകളാണ്. മീഡിയം ഫ്രീക്വൻസിയോ ലോ ഫ്രീക്വൻസി റേഞ്ചോ ആണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കുക, ഒരു മീഡിയം ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് അയണോസ്ഫിയറിൽ അതിൻ്റെ എനർജി ലെവൽ കുറവായതുകൊണ്ട്, ഫ്രീക്വൻസി കുറവായതുകൊണ്ട് അവിടെ അബ്സോർബ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളിനി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെരി ഹൈ ഫ്രീക്വൻസി ഓർ അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നലാണെങ്കിൽ അവയുടെ എനർജി ലെവൽ വളരെ കൂടുതലായതുകൊണ്ട് അയണോസ്ഫിയറും പെനിട്രേറ്റ് ചെയ്ത് അതിനെ മറികടന്ന് മുൻപോട്ട് പോവുകയാണ് ആ സിഗ്നലുകൾ ചെയ്യുക. അതിന് റിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ല. ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നലുകളെ മാത്രമാണ് അയണോസ്ഫിയറിക് ലെയർ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കൈ വേവ് സിഗ്നലുകളുടെ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ബാൻഡിലുള്ള ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നലുകൾ മാത്രമായിരിക്കും. ഈ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എർത്ത് സർഫേസിൽ കൂടി ട്രാവൽ ചെയ്യാത്തത് കൊണ്ട് എർത്ത് സർഫേസിലുള്ള ഒബ്സ്റ്റക്കിളുകൾ ഈ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിഗ്നലുകൾക്ക് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ സ്കൈ വേവ് പ്രൊപ്പഗേഷനെ സഹായിക്കുന്ന അയണോസ്ഫിയറിലെ വ്യത്യസ്ത ലെയറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അയണോസ്ഫിയർ എന്ന ഈ ലെയർ അറിയപ്പെടാനുള്ള കാരണം സൂര്യനിൽ നിന്നുള്ള വ്യത്യസ്ത റേഡിയേഷനുകൾ എയർ മോളിക്യൂൾസുമായിട്ട് പ്രവർത്തിച്ച് അവയെ അയോൺസിൻ്റെ രൂപത്തിലേക്കാക്കി മാറ്റുന്നു. അതായത് റേഡിയേഷൻ പതിക്കുമ്പോൾ മോളിക്യൂൾസ് എനർജി ലഭിച്ച് അവയിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ ഫ്രീ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ മോളിക്യൂൾസ് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ട് മാറുന്നു. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള അയോൺസും ഫ്രീ ഇലക്ട്രോണുകളും അടങ്ങിയ റീജിയനാണ് അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. ഇത് അറ്റ്മോസ്ഫിയറിലെ 50 കിലോമീറ്റർ മുതൽ എർത്ത് സർഫേസിൽ നിന്നും 50 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയുള്ള റീജിയനാണ് അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സോളാർ റേഡിയേഷനിൽ നിന്നുള്ള എക്സ്റേസും അൾട്രാവയലറ്റ് റേഡിയേഷൻസുമാണ് ഈ 50 മുതൽ 500 കിലോമീറ്റർ വരെയുള്ള റീജിയനെ അയണൈസേഷന് കാരണമായി തീർന്നു. അപ്പോൾ എയർ മോളിക്യൂൾസിനെ അയണൈസ് ചെയ്ത് അയണോസ്ഫിയർ റീജിയൻ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്ന സൺലൈറ്റിൽ നിന്നുള്ള റേഡിയേഷൻസ് ആണ് എക്സ്റേസ് ആൻഡ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ്. വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് മിക്കവാറും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇത്, പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ സൺലൈറ്റിൽ നിന്നുള്ള എക്സ്റേസും അൾട്രാവയലറ്റ് റേഡിയേഷൻസുമാണ് അയണോസ്ഫിയറിക് ലെയർ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നത്. ഇനി ഈ അയണോസ്ഫിയർ ക്ലാസിഫിക്കേഷനാണ്. എർത്ത് സർഫേസിൽ നിന്നും 50 മുതൽ 90 കിലോമീറ്റർ വരെ ലെങ്ത് ഏരിയ അറിയപ്പെടുന്നത് ഡി റീജിയൻ എന്നാണ്. 90 മുതൽ 140 കിലോമീറ്റർ വരെയുള്ള അയണോസ്ഫിയറിക് ലെയറിൻ്റെ പേരാണ് ഇ റീജിയൻ. 140 മുതൽ 210 കിലോമീറ്റർ വരെ F1 റീജിയൻ എന്നും 210 മുകളിലേക്ക് 500 കിലോമീറ്റർ വരെ
F2 റീജിയൻ എന്നും ആണ് അറിയപ്പെടുക. ഈ 4 ലെയറുകളിൽ D റീജിയനും E റീജിയനും അയണോസ്ഫിയറിക് റിഫ്ലക്ഷനിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ കാര്യമായ പങ്ക് വഹിക്കുന്നില്ല. സിഗ്നലുകളെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് F റീജിയനാണ്. F1 റീജിയനും F2 റീജിയനുമാണ് അയണോസ്ഫിയറിക് കമ്മ്യൂണിക്കേഷനിൽ റോള് വഹിക്കുന്നത്. പകൽ സമയത്ത് മാത്രമായിരിക്കും ഈ F റീജിയൻ F1 റീജിയൻ എന്നും F2 റീജിയൻ എന്നുമുള്ള വേർതിരിവുണ്ടാവുക. ഈ വേർതിരിവ് നമ്മൾ പറയുന്നത്, ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ്. അയോൺ കോൺസെൻട്രേഷന് അതിൻ്റെ ഡെൻസിറ്റിക്ക് അനുസൃതമായിട്ടാണ് ഈ അയണോസ്ഫിയറിക് ലെയറിനെ നമ്മൾ 4ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുക. അതിൽ തന്നെ F1 റീജിയനും F2 റീജിയനും മാത്രമാണ് അയണോസ്ഫിയറിക് കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ സിഗ്നലുകളെ റിഫ്ലക്റ്റ് ചെയ്യാൻ എബിലിറ്റിയുള്ള ലെയറുകൾ. DE റീജിയനുകൾ കമ്മ്യൂണിക്കേഷനിൽ കാര്യമായ പങ്ക് വഹിക്കുന്നില്ല. പകൽ സമയത്ത് F1 F2 റീജിയൻസ് നമുക്ക് പ്രകടമായി കാണാമെങ്കിലും രാത്രിയാകുമ്പോൾ F1 റീജിയനും F2 റീജിയനും കൂടെ മെർജ് ചെയ്ത് അതിൻ്റെ അയോൺ ഡെൻസിറ്റി സെയിം ആയി മാറുന്നു. കാരണം എന്താണ്? രാത്രി കാലങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ അയണൈസേഷൻ പ്രോസസ്സ് നടക്കുന്നുമില്ല. F1 F2 റീജിയനുകൾ തമ്മിലുള്ള വേർതിരിവുണ്ടാവുകയില്ല. അത് രണ്ടും കൂടെ മെർജ് ചെയ്ത് F റീജിയൻ എന്നായിരിക്കും അറിയപ്പെടുക. പകൽ സമയത്താണ് സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ, സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ്റെ സാന്നിധ്യത്തിൽ ഈ F റീജിയൻ F1 റീജിയൻ എന്നും F2 റീജിയൻ എന്നും അതിൻ്റെ അയൺ കോൺസെൻട്രേഷൻ അനുസൃതമായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ F1 F2 റീജിയൻസിന് 30 MHz ഫ്രീക്വൻസി വരെയുള്ള റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളെയാണ് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുക. അത് നമ്മളിവിടെ കണ്ടായിരുന്നു. 3 to 30 MHz റേഞ്ചിലുള്ള ഹൈ ഫ്രീക്വൻസി സിഗ്നലുകൾ അയണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതിൽ കൂടുതൽ ഫ്രീക്വൻസിയുള്ള 30 MHz മുകളിലേക്ക് ഫ്രീക്വൻസിയുള്ള വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി സിഗ്നലുകൾ അയണോസ്ഫിയറിനെ മറികടന്ന് മുൻപോട്ട് തന്നെ പോകുന്നു. അത് റിഫ്ലക്റ്റ് ചെയ്ത് എർത്തിലേക്ക് വരുന്നില്ല. ഇനി ഹൈ ഫ്രീക്വൻസിയിലും കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള മീഡിയം ഫ്രീക്വൻസി ബാൻഡ് സിഗ്നലുകൾ അയണോസ്ഫിയറിൽ അബ്സോർബ് ചെയ്യപ്പെട്ടു പോകുന്നു. അത് റിഫ്ലക്റ്റ് ചെയ്ത് എർത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. ഇനി നമ്മൾ 3 പ്രധാന ടേംസ് ആണ് കാണാൻ പോകുന്നത്. അതിലൊന്നാമത്തത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. അയണോസ്ഫിയറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മളതിനെ 4 ലെയറുകളായി ക്ലാസിഫൈ ചെയ്തു എങ്കിലും അതിൻ്റെ ഓരോ പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുമുള്ള അയോൺ കോൺസെൻട്രേഷൻ അനുസൃതമായി അയണോസ്ഫിയറിനെ നമുക്ക് വീണ്ടും സബ് ലെയറുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അയോൺ ഡെൻസിറ്റിക്ക് അനുസൃതമായി ഓരോ സ്മോൾ ഡിസ്റ്റൻസിലുള്ള അയണോസ്ഫിയറിനെ നമുക്ക് വ്യത്യസ്ത ലെയറുകളായിട്ട് കാണാവുന്നതാണ്. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ അയണോസ്ഫിയറിക് ലെയറിലേക്ക് നമ്മളൊരു റേഡിയോ വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, എർത്ത് സർഫേസിൽ നിന്നും ഡയറക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ലെയറിന് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഫ്രീക്വൻസിയാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്നറിയപ്പെടുക. ഓരോ അയണോസ്ഫിയറിക് ലെയറിൻ്റെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയും വ്യത്യസ്തമായിരിക്കും. ഓരോ ലെയറിൻ്റെയും ക്രിട്ടിക്കൽ ഫ്രീക്വൻസി നിർണ്ണയിക്കപ്പെടുന്നത് ആ അയണോസ്ഫിയറിക് ലെയറിൻ്റെ അയൺ ഡെൻസിറ്റിയെ ആശ്രയിച്ചിട്ടായിരിക്കും. ഓരോ അയണോസ്ഫിയറിക് ലെയറിൽ നിന്നും എർത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഫ്രീക്വൻസിയാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. ഓക്കെ, അത് എർത്ത് സർഫേസിൽ നിന്നും ആ ലെയറിലേക്ക് സിഗ്നൽ ഡയറക്റ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയാണ് ഒരു ലെയറിന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫ്രീക്വൻസി എങ്കിലും ആ ഫ്രീക്വൻസി നമുക്ക് കമ്മ്യൂണിക്കേഷന് ഉപയുക്തമായിരിക്കുകയില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എർത്ത് സർഫേസിൽ നിന്നും അയണോസ്ഫിയറിക് ലെയറിലേക്ക് ഡയറക്റ്റ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്താൽ സാധിക്കുകയില്ല. അതൊരു പർട്ടിക്കുലർ ആംഗിളിൽ ട്രാൻസ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് റിഫ്ലക്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് റിസീവ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആയിരിക്കുകയില്ല. അത് ആ സിഗ്നലിൻ്റെ ഇൻസിഡൻറ്റ് ആംഗിളായ തീറ്റയെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി ഓർ MUF is the highest radio frequency that can be used for transmission between 2 points
വയ റിഫ്ലക്ഷൻ ഫ്രം ദി അയണോസ്ഫിയർ അറ്റ് എ സ്പെസിഫൈഡ് ടൈം. ഒരു അയണോസ്ഫിയറിക് ലെയറിൽ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന മാക്സിമം ഫ്രീക്വൻസിയാണ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്നറിയപ്പെടുക. അത് സിഗ്നലിൻ്റെ ഇൻസിഡൻ്റ് ആംഗിളിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആയിരിക്കും, വേർ തീറ്റ ഈസ് ദി ഇൻസിഡൻ്റ് ആംഗിൾ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു അയണോസ്ഫിയറിക് ലെയറിന് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഫ്രീക്വൻസിയാണ്. അത് ആ സിഗ്നലിനെ നമ്മൾ ഡയറക്റ്റ്, അതായത് 90 ഡിഗ്രിയിൽ ആ ലെയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ. എന്നാൽ നമുക്ക് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മാത്രമേ 90 ഡിഗ്രിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആംഗിളിൽ സിഗ്നലിനെ അയണോസ്ഫിയറിലേക്ക് പതിപ്പിച്ചെങ്കിൽ മാത്രമേ അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഇൻസിഡൻ്റ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി. ഏറ്റവും ചുരുങ്ങിയത് ഈ ഇക്വേഷനെങ്കിലും ഓർത്തിരിക്കുക. മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ, വെർ തീറ്റ ഇസ് ദി ഇൻസിഡൻ്റ് ആംഗിൾ. ഇനി അധ്യായത്തിലെ അവസാനത്തെ ടോപ്പിക്കാണ് സ്കിപ്പ് ഡിസ്റ്റൻസ്. ഇവിടെ ഈ ചിത്രം നോക്കുക. ഈ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റർ ആൻറ്റന പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്ന് സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വിവിധ പാത്തുകളാണ് ഇവിടെ കാണിച്ചിരിക്കുക. റേ 1, 2, 3, 4, 5. 5ൻ്റെ ഇൻസിഡൻ്റ് ആംഗിൾ റിഫ്ലക്റ്റ് ചെയ്യാൻ പാകത്തിനല്ലാത്തത് കൊണ്ട് ആ റേ, 5ാമത്തെ റേ അയണോസ്ഫിയർ മറികടന്ന് മുൻപോട്ട് പോകുന്നു. അത് റിഫ്ലക്റ്റ് ചെയ്ത് എർത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. 1, 2, 3, 4 സിഗ്നലുകൾ മാത്രമാണ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഹിറ്റ് ചെയ്യുകയും അയണോസ്ഫിയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് എർത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് അയണോസ്ഫിയറിൽ തട്ട് റിഫ്ലക്റ്റ് ചെയ്ത് എർത്തിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സ്കിപ്പ് ഡിസ്റ്റൻസ്. ട്രാൻസ്മിറ്ററിൽ നിന്നും സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് അയണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് എർത്തിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സ്കിപ്പ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് എർത്ത് സർഫേസിലുള്ള ഡിസ്റ്റൻസാണ്. ഇവിടെ 4ാമത്തെ റേ ആണ് ട്രാൻസ്മിറ്ററിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട് അയണോസ്ഫിയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് എർത്ത് സർഫേസിലേക്ക് ഏറ്റവും അടുത്ത്, ട്രാൻസ്മിറ്ററിന് ഏറ്റവും അടുത്ത് എത്തിച്ചേരുന്നു. ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ എർത്ത് സർഫേസിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റേ 4 എത്തിച്ചേർന്ന എർത്ത് സർഫേസിൽ നിന്നും ആ പ്ലേസിൽ നിന്നും ട്രാൻസ്മിറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്മിറ്ററിൽ നിന്നും സിഗ്നൽ ട്രാവൽ ചെയ്ത് എർത്തിലേക്ക് റിസീവ് ചെയ്യപ്പെട്ട പാത്താണെങ്കിലും അവിടെ ഈ സ്കിപ്പ് ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സിഗ്നൽ ട്രാവൽ ചെയ്ത പാത്തല്ല, മറിച്ച് ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്കുള്ള എർത്ത് സർഫേസിൽ കൂടിയുള്ള ഡിസ്റ്റൻസാണ് സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു റിസീവർ ആൻറ്റന പ്ലേസ് ചെയ്യുന്നത് ഈ സ്കിപ്പ് ഡിസ്റ്റൻസിലും കുറഞ്ഞ ഡിസ്റ്റൻസിലാണെങ്കിൽ, ഈ സ്കിപ്പ് ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലാണ് നമ്മൾ റിസീവർ ആൻറ്റന പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലുകൾക്ക് റിസീവറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. റിസീവർ ആൻറ്റന ട്രാൻസ്മിറ്റർ ആൻറ്റനയിൽ നിന്നും സ്കിപ്പ് ഡിസ്റ്റൻസിലും കൂടിയ ദൂരത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലുകളെ ആ റിസീവറിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ റിസീവറിൽ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തത് റേഡിയോ വേവ്സിൻ്റെ പ്രൊപ്പഗേഷനാണ്. അതിൻ്റെ പ്രൊപ്പഗേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് അതിനെ സ്കൈ വേവ് എന്നും ഗ്രൗണ്ട് വേവ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഗ്രൗണ്ട് വേവ്സിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് സർഫേസ് വേവ് എന്നും സ്പേസ് വേവ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എർത്ത് സർഫേസിൽ കൂടി ട്രാൻസ്മിറ്റർ ആൻറ്റിൽ നിന്നും റിസീവർ ആൻറ്റിലേക്ക് എത്തിച്ചേരുന്ന സിഗ്നലുകളാണ് സർഫേസ് വേവ് എന്നറിയപ്പെടുക. താരതമ്യേന കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ അഥവാ വേവ് ലെങ്ത് കൂടിയ സിഗ്നലുകളാണ് സർഫേസ് വേവ് ട്രാൻസ്മിഷനായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സ്പേസ് വേവ് എന്ന് പറയുന്നത് എർത്ത് സർഫേസിൽ കൂടി അല്ലാതെ ആൻറ്റനയിൽ നിന്നും ഡയറക്റ്റായോ എർത്ത് സർഫേസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തോ റിസീവറിലേക്ക് എത്തിച്ചേരുന്ന സിഗ്നലുകൾക്കാണ് സ്പേസ് വേവ് എന്ന് അറിയപ്പെടുക.
സ്പേസ് ട്രാൻസ്മിഷനിൽ വ്യത്യസ്ത പാത്തുകളിൽ കൂടി സിഗ്നൽ റിസീവറിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് ആ സിഗ്നലുകൾ ഔട്ട് ഓഫ് ഫേസിലായിരിക്കാനും അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറയാനും സാധ്യതയുണ്ട്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫേഡിങ്. ഈ സിഗ്നലുകളെ എർത്ത് സർഫേസിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അണോസ്ഫിയറിക് ലെയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് റിസീവറിലേക്ക് എത്തിച്ചേരുന്ന ട്രാൻസ്മിഷൻ പറയുന്ന പേരാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. ഹൈ ഫ്രീക്വൻസി റേഞ്ചാണ് സാധാരണയായി സ്കൈ വേവ് പ്രൊപ്പഗേഷന് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ സ്കൈ വേവ് ഉപയോഗിച്ച് പോസിബിൾ ആകുന്നു. ഇനി അയണോസ്ഫിയറിക് ലെയേഴ്സാണ്. സൺലൈറ്റിൽ നിന്നുള്ള റേഡിയേഷൻസിൻ്റെ ഫലമായി എയർ മോളിക്യൂൾസ് അയോൺസിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന റീജിയന് പറയുന്ന പേരാണ് അയണോസ്ഫിയർ. അത് എർത്ത് സർഫേസിൻ്റെ 50 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയുള്ള റീജിയനാണ്. ആ റീജിയനെ 4 ഡിവൈഡ് ചെയ്തിരിക്കുന്നു, DE, F1, F2. അതിൽ തന്നെ DE റീജിയനുകൾ കമ്മ്യൂണിക്കേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേഷനിൽ പങ്കെടുക്കുന്നില്ല. F1, F2 ലെയേഴ്സാണ് സിഗ്നലുകൾ റിഫ്ലക്റ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. ഈ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഒരു അയണോസ്ഫിയറിക് ലെയറിന് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഫ്രീക്വൻസിയാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. ഒരു അയണോസ്ഫിയറിക് ലെയറിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അതിനെ മറ്റൊരു റീജിയനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ആ മാക്സിമം ഫ്രീക്വൻസിക്കാണ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ കോസ് തീറ്റ, വെർ തീറ്റ ഇസ് ദി ഇൻസിഡൻറ്റ് ആംഗിൾ. ഇനി ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നും സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ്, എർത്ത് സർഫേസിൽ കൂടെയുള്ള ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പേരാണ് സ്കിപ്പ് ഡിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. ഓക്കെ, താങ്ക് യു.